എല്ലാവർക്കും നമസ്കാരം. ഇന്നും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. നിലവിൽ എല്ലാ പാർട്ടികളും അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയമാണ്. നിലവിൽ ഏറ്റവും വലിയ ആനുകൂല്യം 63 ലക്ഷം വരുന്നവരുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. ഇതിന്റെ അടിസ്ഥാന നിരക്കിൽ മാറ്റം വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മെയ് മാസം മുതൽ ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുക 3000 എന്ന രീതിയിലേക്കാണ് മാറ്റപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ 25% തുക അധികമായിട്ട് ലഭിച്ചേക്കാം. മെയ് മാസം മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ ഈ പാർട്ടികളെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി ഉചിതമെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് നൽകുന്നതിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്ന് ഉറപ്പാക്കണം. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് ഇനി സർക്കാരിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ വർഷങ്ങളിലും കൃത്യമായിട്ട് രേഖകൾ സമർപ്പിക്കുന്ന കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ്, മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യസമയത്ത് കൊടുത്ത് ഇത് പുതുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും രേഖകൾ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആനുകൂല്യങ്ങൾ തടസ്സങ്ങൾ വരുന്നതാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഇത്തരം പദ്ധതികളിലേക്ക് അർഹതയുള്ളവർ അപേക്ഷകൾ നൽകുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 60 വയസ്സ് പിന്നിട്ടവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. ഇതുകൂടാതെ 1 ഏക്കറിൽ മുകളിലുള്ള പുരയിടം ഉണ്ടാകാൻ പാടില്ല. ഇതുകൂടാതെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വിസ്തീർണമുള്ള വീടുണ്ടാകാനും പാടില്ല. വീട്ടിൽ AC ഉണ്ടാകാനായിട്ട് പാടില്ല. 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള സ്വകാര്യ വാഹനങ്ങൾ വീട്ടിലുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി പാലിക്കുന്നവരായിരിക്കണം. ഇവിടെ APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അർഹതയുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം ഏപ്രിൽ മാസം 4-ാം തീയതി മുമ്പുള്ള സാഹചര്യമല്ല. 2 മാസത്തെ റേഷൻ നമുക്ക് ഒരുമിച്ച് വാങ്ങാനുള്ള അവസരം കൂടിയാണ്. ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് പ്രത്യേക രീതിയിൽ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ ഏപ്രിൽ മാസത്തെ വിഹിതം മാത്രമായിട്ടും ഈ മാസം വാങ്ങാം, അല്ലെങ്കിൽ രണ്ടും കൂടി, അതായത് ഏപ്രിൽ മെയ് മാസത്തെ ഒരുമിച്ചും ഇപ്രാവശ്യം വാങ്ങാനായിട്ട് സാധിക്കും. എന്നാൽ മെയ് മാസം രണ്ടും കൂടി വാങ്ങാൻ നമുക്ക് കഴിയുകയില്ല. മെയ് മാസത്തെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ തീർച്ചയായും എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇരട്ടിയിലും അധികം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡിന്റെ പുതുക്കലുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും പുതുക്കൽ ചെയ്യേണ്ടതാണ്. അതായത് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ, ഇവർക്കാണ് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ, എൻട്രൻസ് പരീക്ഷകളും മറ്റ് മത്സര പരീക്ഷകളും സ്കോളർഷിപ്പുകളും എല്ലാം ഉപയോഗിക്കുന്നതിന് നമ്മുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ പുതുക്കേണ്ടത് ആവശ്യമാണ്. വളർച്ചയുടെ കാലഘട്ടമായതിനാൽ തന്നെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷനാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള സംവിധാനമുണ്ട്. സൗജന്യ പുതുക്കൽ നമുക്കിവിടെ നിർവഹിക്കാൻ സാധിക്കും. തിരുത്തലുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അധിക ചാർജ് നൽകേണ്ടതായിരിക്കും. അതിനാൽ തീർച്ചയായും അക്ഷയ കേന്ദ്രങ്ങളിൽ കാര്യങ്ങൾ അന്വേഷിക്കുക. ബന്ധപ്പെട്ട സ്ലോട്ടുകൾ അല്ലെങ്കിൽ ടോക്കണുകൾ എടുത്ത് കൃത്യസമയത്ത് പോയി ഈ ആധാർ പുതുക്കിയെടുക്കുന്നതിന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. രക്ഷിതാക്കളും ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.